മറ്റു വാർത്തകൾ നോക്കാം. കെട്ടിട നിർമ്മാണ കമ്പനിയായ ശോഭ ബിൽഡേഴ്സിനെതിരെ കടുത്ത അനാസ്ഥ ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ പ്രതിഷേധം. മറൈൻ ഡ്രൈവിലെ കെട്ടിട സമുച്ചയമായ മറൈൻ 1 ഫ്ളാറ്റ് ഉടമകളാണ് പ്രതിഷേധിച്ചത്. വാങ്ങുമ്പോൾ ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും പരാതികൾ നൽകിയിട്ടും നടപടികളില്ലെന്നും ഫ്ളാറ്റ് ഉടമകൾ ചൂണ്ടിക്കാട്ടി. കൂടിക്കാഴ്ചകൾ പലതവണ നടന്നതാണ്. എന്നാൽ വിഷയത്തിൽ ശോഭ ബിൽഡേഴ്സിന്റെ മനോഭാവം അവഗണന മാത്രം. ശോഭ ബിൽഡേഴ്സായിട്ട് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഒരു നിസ്സഹകരണവും ഞങ്ങളെ പൂർണ്ണമായിട്ട് നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ലിഫ്റ്റിൽ മെയിൻ ഇഷ്യൂ ഉണ്ടാച്ചാൽ പല പ്രാവശ്യമായിട്ട് ആൾക്കാർ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ DMA ആയിട്ട് ഞങ്ങൾ സംസാരിച്ചതിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതാണ്, ഇത് അവസാനം ഒരു മേജറായിട്ടൊരു ആക്സിഡന്റ് വരും, ആക്സിഡന്റോ ഡെത്തോ അങ്ങനെ ഒരു മേജർ സിറ്റുവേഷൻ വന്നതിന് ശേഷം മാത്രം ഇത് അഡ്രസ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഓരോ ചെറിയ ചെറിയ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത് പറഞ്ഞാൽ മുന്നോട്ട് നീട്ടുകയാണ്. സമുച്ചയത്തിലെ കെട്ടിട നിർമ്മാണം ഫ്ളാറ്റ് ഉടമകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ലിഫ്റ്റുകളുടെ സാങ്കേതിക തകരാറും പ്രതിഷേധത്തിന്റെ കാരണങ്ങളിലൊന്നാണ്. ഈ അണ്ടർ കൺസ്ട്രക്ഷനും റെസിഡൻസ് ആയിട്ടുള്ളതിന്റെ ഒരു ഡിസ്റ്റൻസ് ഒരു 3 to 4 ഫീറ്റേ ഉള്ളൂ. ഈ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിട്ട് അത് മുഴുവൻ അകത്തും പുറത്തും അവർ ഗ്രൈൻഡ് ചെയ്യും. ആ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വരുന്ന സിമെന്റ് പൊടിയും അതിനകത്തൊരു ഫൈബറസ് ആയിട്ടുള്ള മെറ്റീരിയലും ഇതെല്ലാം ഞങ്ങൾ അവരെ കാണിച്ച് ഞങ്ങൾ അവരെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അവർ എന്തോ ഒരു കടുംപിടുത്തം പോലെ ഇത് ചെയ്യാന്ന് പറയും, പക്ഷെ ഇതേവരെ ചെയ്തിട്ടില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അസുഖം കാരണം ഇവിടുന്ന് മാറിപ്പോവാൻ ഫോഴ്സ്ഡ് ആവുകയാണ്. പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആസ്മയുള്ളവരൊക്കെ ഉണ്ട്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്നിടത്തു നിന്നുള്ള പൊടിപടലങ്ങൾക്കൊപ്പം കൊതുക് ശല്യവും ഫ്ളാറ്റുകളിലെ കുടുംബങ്ങളെ രോഗാവസ്ഥയിലേക്കാണ് നയിക്കുന്നതെന്നും ഫ്ളാറ്റ് ഉടമകളിലെ ഡോക്ടർ സംഘം പറയുന്നു. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റും വാട്ടേഴ്സും എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മൊസ്കിറ്റോ ബ്രീഡിംഗ് ഭയങ്കരമായിട്ട് ഉണ്ടാകുകയും ഇവിടെ ബാക്കി എല്ലായിടത്തും ഡെങ്കു വളരെ കോമൺ ആണെങ്കിൽ കൂടി ഇൻ മറീന 1 ദ ഡെങ്കു ഇസ് വെരി മോർ. അപ്പോൾ അതുകൊണ്ട് അതൊരു സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇവിടെ നിന്നായിരിക്കും അതിൻ്റെ ബ്രീഡിങ്, അത് ബാക്കിയുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ട്. ഇവൻ എൻ്റെ ഫാദർ വാസ് അഡ്മിറ്റഡ് 7 days ഹോസ്പിറ്റലൈസ് ആയിരുന്നു ഡെങ്കു ആയിട്ട്. നിലവിലെ പ്രതിഷേധം ഒരു സൂചന മാത്രമെന്നും ഉടമകൾ കൂട്ടിച്ചേർത്തു. ഇതൊരു സൂചനയാണ്, ഇതൊരു സൂചന പ്രൊട്ടസ്റ്റാണ്. നമ്മളിത് എന്തോരം കണ്ടിന്യൂ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ഒരു സൂചന ആയിട്ട് കൊടുക്കുന്നു. മാനേജ്മെന്റ് അത് ടേക്കപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഞങ്ങൾ എന്തോരം സീരിയസ് ആണ് ഞങ്ങളുടെ ഡിമാൻഡ്സിൽ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണിത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.